പോമോനെ വിജയനും ഡാഷ് രേവന്തനും പച്ചയ്ക്ക് വർഗീയതയും വിളമ്പുന്ന നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും. ഇവർ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടി? അധികാരത്തിന്റെ ലഹരി നുണയാൻ. കേരളം തിളച്ചുമറിയുന്ന തിരഞ്ഞെടുപ്പ് കാലത്തിലാണ് ഇപ്പോൾ. അടുത്ത 5 വർഷം അധികാര കസേരയിൽ ജനങ്ങളെ അടിമകളാക്കുവാൻ ലഭിക്കുന്ന അവസരം എങ്ങനെ നേടിയെടുക്കാമെന്ന കുതന്ത്രങ്ങൾ പയറ്റുന്ന അതിമാരകമായ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ തന്റെ മഹത്വം ഉയർത്തിക്കാട്ടുന്നതിനപ്പുറം എതിർ സ്ഥാനാർത്ഥിയെ പിച്ചി ചീന്തുവാൻ ഉള്ളതും ഇല്ലാത്തതുമായ കെട്ടുകഥകൾ പടച്ചുവിടാൻ ഒരു മര്യാദയും കാട്ടാത്ത രാഷ്ട്രീയ കപട നേതാക്കന്മാർ. കാലം മാറുമ്പോൾ രാഷ്ട്രീയം അപകടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരു കാലത്ത് ഇമേജുകളിലൂടെയും ജനസ്വാധീനത്തിലൂടെയും വോട്ട് തേടിയിരുന്ന മഹത് വ്യക്തികളെ അടുത്തറിഞ്ഞിട്ടുള്ള കേരളം ഇന്നത്തെ സാഹചര്യത്തിൽ പണവും മദ്യവും ഒഴുക്കി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഭരണം നേടാൻ ശ്രമിക്കുന്നവരുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് കാണാവുന്നതാണ്. 23 ദിവസം മാത്രം പ്രചരണത്തിനായി ലഭിച്ച 16ാം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശവും കഴിഞ്ഞു, നിശബ്ദ പ്രചരണവും കഴിഞ്ഞു. ഇനി ജനം വിധി എഴുതുന്ന തിരഞ്ഞെടുപ്പ് ദിനം. ഏപ്രിൽ 15-ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് അംഗം. എല്ലാം സെറ്റാണെന്ന് പറഞ്ഞു തുടങ്ങിയവർ സ്ഥാനാർത്ഥി നിർണയം പോലും കലാപമാക്കിയ രംഗങ്ങൾ കേരള വോട്ടർമാർ കണ്ടു മടുത്തിരുന്നു. സ്ഥാനാർത്ഥി തർക്കത്തിൽ വീണുപോയത് കോൺഗ്രസ് പാർട്ടിയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തിളക്കം തർക്കങ്ങളില്ലാതെ നിലനിർത്താൻ സാധിച്ചിരുന്നെങ്കിൽ വൻ വിജയം ജനങ്ങൾ സമ്മാനിക്കുമായിരുന്നു. അതിനെ പാടെ തകർത്ത അധികാര വ്യാമോഹമാണ് അരങ്ങിലെ തട്ടുപൊളിപ്പൻ നാടകത്തിലൂടെ കാണേണ്ടി വന്നത്. CPM-നും തലവേദനയ്ക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ആലപ്പുഴ, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ പാർട്ടി വിട്ടവരുടെ വൻ നിര തന്നെയാണ് കാണാൻ സാധിച്ചത്. ചിലർ BJP-യിലേക്ക് ചേക്കേറി, ചിലർ കോൺഗ്രസിലേക്കും കയറിപ്പറ്റി. അതിനിടയിൽ കണ്ണൂരിനെ പിടിച്ചുകുലുക്കിയ രക്തസാക്ഷി ഫണ്ട് തിരിമറി പാർട്ടിക്ക് വൻ തലവേദന തന്നെ സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ തന്നെ പുറത്തു വന്ന സ്ഥാനാർത്ഥി നിർണയവും വിവാദത്തിൽ തീർന്നു. MV ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വമാണ് വിവാദമുണ്ടാക്കിയത്. വെല്ലുവിളി നടത്തിയത് 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തമ്മിലായപ്പോൾ ആ രംഗം ആസ്വദിക്കുന്ന ജനങ്ങളുടെ കൗതുകം വൻ ഹിറ്റായി മാറി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് കേരളം ശ്രദ്ധിച്ചതിൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിന്റെ സ്റ്റാറായി മാറിയത്. മലയാള സിനിമകളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാം സിനിമാ സ്റ്റൈലിൽ അദ്ദേഹം "ഓ മോനെ വിജയ" എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെ വിളിച്ചത്. നമ്മുടെ മുഖ്യമന്ത്രിയെ കാര്യമായി മനസ്സിലാക്കാൻ പറ്റാതിരുന്നതാണോ? ഇങ്ങേരിത് ഇങ്ങനെ തിരിച്ചു പറയുമെന്ന് പ്രതീക്ഷയില്ലാത്തതാണോ? രേവന്ത് റെഡ്ഡിക്ക് വളരെ മനോഹരമായ മറുപടിയും മുഖ്യമന്ത്രി നൽകി. ഡാഷ് മോനെ രേവന്ത എന്ന മറുപടിയിൽ ഡാഷ് എന്ന ഭാഗം പലരും പല രീതിയിൽ പൂരിപ്പിച്ചതിനാൽ അതിത്തിരി കടന്നുപോയോ എന്ന സംശയം ബാക്കിയാണ്. ഡാഷ് ഭാഗം പൂരിപ്പിച്ചവർ കടുപ്പമുള്ളതോ കടുപ്പം കുറഞ്ഞതോ ചേർക്കാനാണ് സാധ്യത. BJP നേതാവ് PK കൃഷ്ണദാസ് പ്രചരണത്തിന് ഇടവും വലവും നോക്കിയിട്ടില്ല. 10 വോട്ട് പെട്ടിയിലാക്കാൻ പ്രവർത്തനങ്ങളൊന്നും പറയാനൊട്ടില്ലതാനും. എന്നാൽ പിന്നെ എപ്പോഴും എടുക്കാറുള്ള വർഗീയ കാർഡ് തന്നെ ഇളക്കി വിട്ടേക്കാമെന്ന് കരുതി. അതിന് അദ്ദേഹം കണ്ടെത്തിയ വേദി അതിഗംഭീരം. കാട്ടാക്കടയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വിവാദം പൊട്ടിച്ചപ്പോൾ വേദിയിൽ പ്രമുഖനായ ഒരു വ്യക്തിയുണ്ടെന്ന ധൈര്യം PK കൃഷ്ണദാസിനുണ്ടായിരുന്നു. മറ്റാരുമല്ല ആ പ്രമുഖൻ, സാക്ഷാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരുന്നു വേദിയിൽ. അമിത്ഷായ്ക്ക് മലയാളം അറിയില്ല. ഹിന്ദിയിൽ താൻ പറഞ്ഞത് കുറഞ്ഞു പോയോ എന്നെങ്കിലും ചോദിച്ചു കാണുമോ? സംഭവം ഇതാണ്. UDF-ഓ LDF-ഓ അധികാരത്തിലെങ്ങാനും എത്തിയാൽ കേരളത്തിൽ ലവ് ജിഹാദ് നടപ്പിലാക്കുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. നല്ല കുടുംബത്തിലെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യുന്നു. അതും ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പെൺകുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. അതിന് കാരണവും കണ്ടുപിടിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഈ മുന്നണികൾ ഭരണത്തിൽ വന്നാൽ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയുമായിരിക്കും അധികാരം നിയന്ത്രിക്കുക.
സാധാരണ ഹിന്ദു കുട്ടികളെയാണ് ലവ് ജിഹാദ് നോട്ടമിടുന്നത് എന്നാണ് പറയാറുണ്ടായിരുന്നത്. ഇത്തവണ ഹിന്ദുക്കളുടെ കൂടെ ക്രിസ്ത്യാനികളെയും ചേർത്തതിൽ കാണിച്ച മഹാമനസ്കത സ്മരിക്കപ്പെടും. സ്മരിക്കുന്നെങ്കിൽ ഈ ഇലക്ഷന് തന്നെ സ്മരിക്കണം. അത് കഴിഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ എന്നതങ്ങ് മാറും, ഹിന്ദു മാത്രമാകും. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും പാകിസ്ഥാൻ അനുകൂല സംഘടനകളാണെന്നാണ് PK കൃഷ്ണദാസ് കണ്ടെത്തിയ മറ്റൊരു വിവരം. പച്ചയ്ക്ക് വർഗീയത പറയാവുന്ന സ്ഥിതിയിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണം പോകുന്നുവെന്നതിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഈ സംഭവം. LDFന് അവസാന നിമിഷം തലവേദന സൃഷ്ടിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് കോൺഗ്രസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ MLAയുമായ മാത്യു കുഴൽനാടനാണ് അവസാന നിമിഷത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരുന്ന മാരക ബോംബ് പൊട്ടിച്ചത്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന രീതിയിലുള്ള മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പേരാമ്പ്രയിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന അശരീരി ആരുടേതാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഖൗമിലെ കുട്ടിയാണ് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ എന്ന അശരീരിയിലൂടെ പച്ചയ്ക്ക് വർഗീയത വിളമ്പിയ TP രാമകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരും കണ്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. അതിങ്ങനെ അശരീരിയായി അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരും. ആലപ്പുഴയിലെ മുൻ കമ്മ്യൂണിസ്റ്റ് തീപ്പൊരി കാറ്റിൽ പറന്ന് തീഗോളമാകാൻ ശ്രമം നടത്തി UDF തട്ടകത്തിൽ തിരികെ കയറിയിട്ടുണ്ട് നമ്മുടെ G സുധാകരൻ. സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ടാണോ എന്നറിയില്ല, വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നുമുണ്ട്. CS സുജാത നായന്മാരുടെ വീട്ടിൽ മാത്രമേ പോവുകയുള്ളൂ എന്നും വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ നായരാണെന്നറിയാൻ മുല്ലപ്പൂവും തുളസിക്കതിരും ചൂടുന്നുവെന്നതാണ് താത്വികാചാര്യന്റെ ഒരു കണ്ടെത്തൽ. ഇങ്ങനെ പോയാലൊന്നും നായർ വോട്ട് കിട്ടില്ലെന്നും CPMനെ തകർക്കാൻ ഇറങ്ങിയ G സുധാകരൻ എന്ന മുൻ സഖാവ് പ്രവചിച്ചു കഴിഞ്ഞു. ആ വോട്ടുകളൊക്കെ തനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുമുണ്ട് സുധാകരന്. പതിവിലും വിപരീതമായി പച്ചയ്ക്ക് വർഗീയത പറയുന്നതും സ്ത്രീ വിരുദ്ധ പ്രസ്താവനകളും ഡീൽ വിവാദങ്ങളും അരങ്ങിൽ വന്നുപോയിരിക്കുന്നു. ജനം ചിന്താശക്തിയുള്ളവരാണ്. അവർക്ക് മുമ്പിൽ അരങ്ങേറിയ നാടകവും യാഥാർത്ഥ്യവും അവർ തിരിച്ചറിയുന്നുമുണ്ട്. തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. സമത്വവും സൗഹൃദവും പുലരുന്ന നാടാവാൻ ശ്രമിക്കണം. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.